മെസ്സിയെ വധിക്കാൻ ലക്ഷ്യമിട്ട് ഗൂഢാലോചന നടത്തിയതായി യുഎസ് പോലീസ് റിപ്പോർട്ട്. ബോംബുകൾ ശരീരത്തിൽ വച്ച് കെട്ടി ജോർദാൻ അർജന്റീന മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് കടന്നു കയറാനായിരുന്നു പദ്ധതി. ആക്രമണം നടത്താൻ തയ്യാറായ ആൾ തന്നെ ഇക്കാര്യം സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? ഹരിശ്രീ, ഈ ആക്രമണം സംബന്ധിച്ച് രണ്ട് പ്ലോട്ടുകൾ നടത്താനുള്ള നീക്കങ്ങൾ നടന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പോലീസ് രേഖകൾ, പുറത്തു വന്ന ചില പോലീസ് രേഖകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് ന്യൂസ് പേപ്പറാണ് ഇക്കാര്യം, അല്ലെങ്കിൽ ഒരു വാർത്താ മാധ്യമമാണ് ഇക്കാര്യം ആദ്യം പുറത്തുവിടുകയും ചെയ്തത്. ഇത് പോലീസിൻ്റെ തന്നെ ഫയലുകൾ, അതായത് നമുക്കറിയാവുന്നതാണ്, ഒരു വസ്തുതകൾ ശേഖരിക്കുന്ന ഡോസിയേഴ്സ് ആണ് പുറത്തു വരികയും ചെയ്തത്. ഈ പുറത്തു വന്നതിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ ശരീരത്തിൽ കെട്ടിവെച്ച ബോംബുമായി ഈജിപ്റ്റുമായി നടക്കുന്ന മത്സരവേളയിൽ ജൂലൈ 7-ന് കടന്നു കയറി ആക്രമണം നടത്തും, ആ സ്റ്റേഡിയത്തിൽ കടന്നു കയറി ആക്രമണം നടത്തുമെന്നായിരുന്നു. അത്തരത്തിലൊരു ആക്രമണം നടക്കുമെന്നൊരു നിലപാട് അറിയിച്ചതിന് പിന്നാലെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന കിട്ടിയതിന് പിന്നാലെ വിശദമായി സ്റ്റേഡിയം പരിശോധിക്കുകയും മറ്റു നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിലുള്ളത്. അത്തരം വിശദാംശങ്ങളാണുള്ളത്. മെസ്സിയെയാണ് ടാർഗറ്റ് ചെയ്തത്, ലക്ഷ്യം വെച്ചത് എന്ന് വളരെ കൃത്യമായി തന്നെ ആ സൂചനയും നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം, നിരവധി ഭീകരതരത്തിലുള്ള മെസ്സിയെ ലക്ഷ്യമിടുന്ന നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ജോർദാനുമായി നടക്കുന്ന മത്സരവേദിയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുമെന്ന് ഡല്ലാസ് എയർപോർട്ടിലേക്ക് ഒരു ഫോൺ സന്ദേശം എത്തുകയായിരുന്നു. അതിലും ഇതുപോലെ തന്നെ നാടൻ ബോംബും അതുപോലെ തന്നെ തോക്കും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നൊരു ഭീഷണിയുടെ റിപ്പോർട്ടുകളാണുള്ളത്, അല്ലെങ്കിൽ വിവരങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ്. ഇത്തരത്തിൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടായതായാണ് ഇപ്പോൾ US പോലീസ് സ്ഥിരീകരിക്കുകയും അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ രേഖകളായി തന്നെ സൂക്ഷിക്കുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തത്. ഈ രേഖകൾ പുറത്തു വന്നതിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ഈ വിലപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഫുട്ബോളിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഫുട്ബോൾ അംഗീകരിക്കാത്ത ഒരുപാട് തീവ്ര സ്വഭാവമുള്ള സംഘടനകളുണ്ട്. അതുപോലെ തന്നെ ചില അപകടകാരികളായ സ്വഭാവമുള്ള ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ചില അക്രമ സ്വഭാവമുള്ള കുറേ ആളുകളുമുണ്ട്. അത്തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ചില സാമൂഹ്യ വിരുദ്ധരൊക്കെ ഫുട്ബോളിൻ്റെ പേരിൽ കലഹിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കാറുണ്ട്. പല മത്സരങ്ങളിലും അത്തരത്തിലുള്ള ആളുകൾ എത്താറുമുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൻ്റെ കൂടി ഭാഗമായാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ നടന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും ഭീകരരുടെ ലക്ഷ്യമിടലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പൊതു ആക്രമണങ്ങൾ, സാമൂഹ്യ വിരുദ്ധ അക്രമ സ്വഭാവമുള്ള ചിലരുടെ നീക്കങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ കർശനമായി നിരീക്ഷിക്കുകയും കൃത്യമായി തടയുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ കാര്യമായി ഇടപെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വ്യക്തമാണ്. മെസ്സിയെ വധിക്കാൻ ലക്ഷ്യമിട്ട് ഗൂഢാലോചന നടത്തിയതായി US പോലീസിന്റെ റിപ്പോർട്ട്. ബോംബുകൾ ശരീരത്തിൽ വെച്ച് കെട്ടി ജോർദാൻ അർജന്റീന മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് കടന്നു കയറാനായിരുന്നു പദ്ധതി. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.